ഇനി എന്നാ പറയണ്ടേ? വയനാട്ടിലും വഖഫ് നോട്ടീസ് 5 കുടുംബങ്ങളുടെ 4.7 ഏക്കർ കുരുക്കിൽ. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം കീറാമുട്ടിയായി നിലനിൽക്കെ വയനാട്ടിലെ 5 കുടുംബങ്ങൾക്ക് വഖഫ് നോട്ടീസ്. വഖഫ് സ്വത്തായ 5.77 ഏക്കറിൽ 4.7 ഏക്കർ കയ്യേറിയെന്നാണ് ആരോപണം. ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് നോട്ടീസിൽ പറയുന്നു. വഖഫ് ബോർഡിൻ്റേതായി തലപ്പുഴ ഹയാത്തിൽ ഇസ്ലാം ജുമാ പത്ത് പള്ളിയിൽ നിന്നാണ് കത്ത് ലഭിച്ചത്. ജുമാ കത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവറും ഭാരവാഹികളുമാണ് ഒക്ടോബർ 10 വഖഫ് ബോർഡിന് പരാതി നൽകിയത്. അപ്പോൾ വയനാട്ടിലും വഖഫ് നോട്ടീസ് 5 കുടുംബങ്ങളുടെ 4.7 ഏക്കർ കുരുക്കിലാണ്. അതായത് നമ്മൾ കുറേ നാൾ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു വഖഫ് ബോർഡിൻ്റെ പ്രശ്നങ്ങൾ, അവിടുന്ന് അവരെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് കുറേ നാളായിട്ട് കാണുന്നതുമായിരുന്നു. കുറേ ആൾക്കാർ നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അതായത് അവരുടെ ഭൂമിയാണ് അതോ വഖഫിൻ്റെ ആണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ ഉടലെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുനമ്പത്തെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമര സമിതി നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. ചർച്ച 22-നാണ്. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിൻ്റെ നേതൃത്വത്തിൽ മുനമ്പം കടപ്പുറം ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അപ്പം നാട്ടുകാരൊന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉപതെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കുകയാണല്ലോ, അപ്പോൾ ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണും എന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത്. പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് 28-ന് നിശ്ചയിച്ചിരുന്ന യോഗം 22-ൽ, അതായത് 28-നായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നത്, അത് 22-ലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നിയമമന്ത്രി പി രാജീവ്, KN ഉണ്ണികൃഷ്ണൻ MLA എന്നിവരും സന്നിഹിതരായിരുന്നു. അപ്പം എന്തായാലും മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കും എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അതായത് 37 കുടുംബങ്ങളെങ്ങാണ്ടല്ലായിരുന്നു ഒഴിപ്പിക്കണം എന്നുള്ള ഇതിൽ വന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട്, അതായത് പരിഹരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നല്ലൊരു കാര്യം തന്നെ അത്. കാരണം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വിഷമം വരും, ഇങ്ങനെ ഇറക്കി വിടുന്ന രീതിയിലൊക്കെയുള്ള തരത്തിലൊക്കെ വരുമ്പോൾ. അപ്പോൾ എന്തായാലും സ്വപ്നങ്ങളും എല്ലാം ഇല്ലാണ്ടാവുന്നു. അപ്പം അതേ സംഭവം തന്നെ ഇപ്പോൾ ഇതാ വയനാട്ടിലും വഖഫ് നോട്ടീസ് 5 കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും മുഖ്യമന്ത്രി ഒരു പരിഹാരം കാണണം എന്ന് തന്നെ നമുക്ക് പറയാം.